ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം മലയാളിയായ അഭിലാഷ് ടോമി. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ മലയാളിയായ അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം: അഭിലാഷ് ടോമി സഞ്ചരിച്ചിരുന്ന പായ് കപ്പലിൻ്റെ പേര്. അഭിലാഷ് ടോമി സഞ്ചരിച്ചിരുന്ന പായ് കപ്പലിൻ്റെ പേര്. ഉത്തരം മാധേയി. അഭിലാഷ് ടോമി സഞ്ചരിച്ചിരുന്ന പായ് കപ്പലിൻ്റെ പേര് മാധേയി. അടുത്ത ചോദ്യം: കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണം ആരുടേതാണ്? കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണം ആരുടേതാണ്? ഉത്തരം അഭിലാഷ് ടോമി. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണം ആരുടേതാണ്? അഭിലാഷ് ടോമി. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ മലയാളിയായ അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി സഞ്ചരിച്ചിരുന്ന പായ് കപ്പലിൻ്റെ പേര് മാധേയി. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാവിവരണം ആരുടേതാണ്? അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം: ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഉത്തരം ഏഷ്യ. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. അടുത്ത ചോദ്യം: ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം. ഉത്തരം ഏഷ്യ. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏഷ്യ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഉത്തരം ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ. അടുത്ത ചോദ്യം: ഭൂമിയിൽ ആകെ എത്ര ഭൂഖണ്ഡങ്ങൾ ആണ് ഉള്ളത്? ഭൂമിയിൽ ആകെ എത്ര ഭൂഖണ്ഡങ്ങൾ ആണ് ഉള്ളത്? ഉത്തരം 7. ഭൂമിയിൽ ആകെ എത്ര ഭൂഖണ്ഡങ്ങളാണുള്ളത്? 7. അടുത്ത ചോദ്യം: വലിപ്പക്രമത്തിൽ ഭൂഖണ്ഡങ്ങൾ. വലിപ്പക്രമത്തിൽ ഭൂഖണ്ഡങ്ങൾ. ഉത്തരം ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. വലിപ്പക്രമത്തിൽ ഭൂഖണ്ഡങ്ങൾ എങ്ങനെ തരംതിരിക്കാം? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഭൂമിയിലാകെ എത്ര ഭൂഖണ്ഡങ്ങളാണുള്ളത്? 7. വലിപ്പക്രമത്തിൽ ഭൂഖണ്ഡങ്ങൾ എങ്ങനെ തരംതിരിക്കാം? ആദ്യം ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം: ഏഷ്യയുടെ അതിരുകൾ. ഏഷ്യയുടെ അതിരുകൾ. ഉത്തരം കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഇന്ത്യൻ സമുദ്രം. ഏഷ്യയുടെ അതിരുകൾ എങ്ങനെയാണ്? കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഇന്ത്യൻ സമുദ്രം. അടുത്ത ചോദ്യം: യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര. ഉത്തരം യുറാൽ പർവ്വതനിര. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ പർവ്വതനിര. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഏഷ്യയുടെ അതിരുകൾ കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ഇന്ത്യൻ സമുദ്രം. യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ പർവ്വതനിര. അടുത്ത ചോദ്യം: ഏഷ്യയിലെ പ്രധാന പർവ്വതങ്ങൾ. ഏഷ്യയിലെ പ്രധാന പർവ്വതങ്ങൾ. ഉത്തരം ഹിമാലയം, കാരക്കോറം, ഹിന്ദുക്കുഷ്. ഏഷ്യയിലെ പ്രധാന പർവ്വതനിരകൾ ഹിമാലയം, കാരക്കോറം, ഹിന്ദുക്കുഷ്. അടുത്ത ചോദ്യം: ഏഷ്യയിലെ പ്രധാന മരുഭൂമികൾ. ഏഷ്യയിലെ പ്രധാന മരുഭൂമികൾ. ഉത്തരം അറേബ്യൻ മരുഭൂമി, ഗോബി മരുഭൂമി, ഥാർ മരുഭൂമി, തക്ലമക്കാൻ മരുഭൂമി. ഏഷ്യയിലെ പ്രധാന മരുഭൂമികൾ അറേബ്യൻ മരുഭൂമി, ഗോബി മരുഭൂമി, ഥാർ മരുഭൂമി, തക്ലമക്കാൻ മരുഭൂമി. തക്ലമക്കാൻ മരുഭൂമി ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം. ഉത്തരം അറേബ്യൻ മരുഭൂമി. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമി. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഏഷ്യയിലെ പ്രധാന പർവ്വതങ്ങൾ ഹിമാലയം, കാരക്കോറം, ഹിന്ദുക്കുഷ്. ഏഷ്യയിലെ പ്രധാന മരുഭൂമികൾ അറേബ്യൻ മരുഭൂമി, ഗോബി മരുഭൂമി, ധാർ മരുഭൂമി, തക്ലമക്കാൻ മരുഭൂമി. തക്ലമക്കാൻ മരുഭൂമി ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം എവറസ്റ്റ്, ഏഷ്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യ. അടുത്ത ചോദ്യം, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം യാങ്സി, ചൈന. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. സ്ഥിതി ചെയ്യുന്ന രാജ്യം ചൈന. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം മേഘാലയ, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ രാജ്യം, ഇന്ത്യ. അടുത്ത ചോദ്യം, ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം. ഉത്തരം സൈബീരിയ, റഷ്യ. ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം സൈബീരിയ. സൈബീരിയ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ, ഇന്ത്യയിലാണ് മേഘാലയ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് സൈബീരിയ. റഷ്യയിലാണ് സൈബീരിയ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. ഉത്തരം റഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകൾ. ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകൾ. ഉത്തരം ഹിമാലയം പർവ്വതനിര, മഞ്ചൂരിയൻ പുൽമേട്, ധാർ മരുഭൂമി, ലഡാക്ക് ശീത മരുഭൂമി, ഡക്കാൻ പീഠഭൂമി. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ. ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകൾ ഹിമാലയം പർവ്വതനിര, മഞ്ചൂരിയൻ പുൽമേട്, ധാർ മരുഭൂമി, ലഡാക്ക് ശീത മരുഭൂമി, ഡക്കാൻ പീഠഭൂമി. അടുത്ത ചോദ്യം, ലോക ജനതയുടെ എത്ര ശതമാനമാണ് ഏഷ്യയിലുള്ളത്? ലോക ജനതയുടെ എത്ര ശതമാനമാണ് ഏഷ്യയിലുള്ളത്? ഉത്തരം 60%. ലോക ജനതയുടെ എത്ര ശതമാനമാണ് ഏഷ്യയിലുള്ളത്? 60%. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉത്തരം ഏഷ്യയിലെ ചൈനയിൽ. ലോകത്തിലെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലെ ചൈനയിൽ. അടുത്ത ചോദ്യം, ചുവന്ന പാണ്ടയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം. ചുവന്ന പാണ്ടയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം. ഉത്തരം ഏഷ്യ. ചുവന്ന പാണ്ടയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ലോക ജനതയുടെ എത്ര ശതമാനമാണ് ഏഷ്യയിലുള്ളത്? 60%. ലോകത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലെ ചൈനയിൽ. ചുവന്ന പാണ്ടയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏഷ്യ. അടുത്ത ചോദ്യം, വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം. ഉത്തരം ആഫ്രിക്ക. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം. ഉത്തരം ആഫ്രിക്ക. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക.
അടുത്ത ചോദ്യം, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഉത്തരം ആഫ്രിക്ക. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം. ഉത്തരം ആഫ്രിക്ക. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. അടുത്ത ചോദ്യം, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? ഉത്തരം സഹാറ മരുഭൂമി, കോങ്കോ നദീതടം, സാവന്ന പുൽമേടുകൾ, നൈൽ നദി, കിളിമഞ്ചാരോ പർവ്വതം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? സഹാറ മരുഭൂമി, കോങ്കോ നദീതടം, സാവന്ന പുൽമേടുകൾ, നൈൽ നദി, കിളിമഞ്ചാരോ പർവ്വതം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകൾ സഹാറ മരുഭൂമി, കോങ്കോ നദീതടം, സാവന്ന പുൽമേടുകൾ, നൈൽ നദി, കിളിമഞ്ചാരോ പർവ്വതം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി. ഉത്തരം സഹാറ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം നൈൽ നദി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി. അടുത്ത ചോദ്യം, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഉത്തരം കിളിമഞ്ചാരോ, ടാൻസാനിയ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കിളിമഞ്ചാരോ, ടാൻസാനിയ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കിളിമഞ്ചാരോ, ടാൻസാനിയ. അടുത്ത ചോദ്യം, ബോയോബാബ് വൃക്ഷം കാണപ്പെടുന്ന ഭൂഖണ്ഡം. ഉത്തരം ആഫ്രിക്ക. ബോയോബാബ് വൃക്ഷം കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. അടുത്ത ചോദ്യം, സെറൻഗട്ടിലെ കാലിക കുടിയേറ്റം ഏത് ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആഫ്രിക്ക. സെറൻഗട്ടിലെ കാലിക കുടിയേറ്റം ഏത് ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഫ്രിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ബോയോബാബ് വൃക്ഷം കാണപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. സെറൻഗട്ടിലെ കാലിക കുടിയേറ്റം ഏത് ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഫ്രിക്ക. അടുത്ത ചോദ്യം, പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. ഉത്തരം വടക്കേ അമേരിക്ക. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകൾ. ഉത്തരം റോക്കി, അപ്പലേച്ചിയൻ. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകൾ റോക്കി, അപ്പലേച്ചിയൻ. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ. ഉത്തരം പ്രയറി പുൽമേടുകൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ പ്രയറി പുൽമേടുകൾ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകൾ റോക്കി, അപ്പലേച്ചിയൻ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ പ്രയറി പുൽമേടുകൾ. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ പ്രധാന നദികൾ. ഉത്തരം മിസോറിയും മിസിസിപ്പിയും. വടക്കേ അമേരിക്കയിലെ പ്രധാന നദികൾ മിസോറിയും മിസിസിപ്പിയും. അടുത്ത ചോദ്യം, പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം വടക്കേ അമേരിക്ക. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക.
ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വടക്കേ അമേരിക്കയിലെ പ്രധാന നദികൾ മിസോറിയും മിസിസിപ്പിയും. പഞ്ചമഹാതടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വര. വടക്കേ അമേരിക്കയിലെ അരിസോണിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വര. ഉത്തരം ഗ്രാൻഡ് കാന്യോൺ. വടക്കേ അമേരിക്കയിലെ അരിസോണിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വര ഗ്രാൻഡ് കാന്യോൺ. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട താഴ്വരയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട താഴ്വരയാണ്. ഉത്തരം ഗ്രാൻഡ് കാന്യോൺ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. വടക്കേ അമേരിക്കയിലെ അരിസോണിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വര ഗ്രാൻഡ് കാന്യോൺ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട താഴ്വരയാണ് ഗ്രാൻഡ് കാന്യോൺ. അടുത്ത ചോദ്യം, ഗ്രാൻഡ് കാന്യോൺ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. ഗ്രാൻഡ് കാന്യോൺ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. ഉത്തരം 1979. ഗ്രാൻഡ് കാന്യോൺ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1979. അടുത്ത ചോദ്യം, നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം വടക്കേ അമേരിക്ക. നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഗ്രാൻഡ് കാന്യോൺ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1979. നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ. ഉത്തരം സെക്വോയ വനങ്ങൾ, കാലിഫോർണിയ പോപ്പി, നഗ്വാരോ കള്ളിച്ചെടി, മൂസ്. വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ സെക്വോയ വനങ്ങൾ, കാലിഫോർണിയ പോപ്പി, നഗ്വാരോ കള്ളിച്ചെടി, മൂസ്. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വടക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ സെക്വോയ വനങ്ങൾ, കാലിഫോർണിയ പോപ്പി, നഗ്വാരോ കള്ളിച്ചെടി, മൂസ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയെ വടക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കനാൽ. തെക്കേ അമേരിക്കയെ വടക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കനാൽ. ഉത്തരം പനാമ കനാൽ. തെക്കേ അമേരിക്കയെ വടക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കനാൽ പനാമ കനാൽ. അടുത്ത ചോദ്യം, പക്ഷിഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. പക്ഷിഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഉത്തരം തെക്കേ അമേരിക്ക. പക്ഷിഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം തെക്കേ അമേരിക്ക. ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. തെക്കേ അമേരിക്കയെ വടക്കേ അമേരിക്കയിൽ നിന്നും വേർതിരിക്കുന്ന കനാൽ പനാമ കനാൽ. പക്ഷിഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര. ഉത്തരം ആൻഡീസ് പർവ്വതനിര, തെക്കേ അമേരിക്കയിൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൻഡീസ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിൽ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിൽ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി. ഉത്തരം അറ്റക്കാമ, തെക്കേ അമേരിക്കയിലെ ചിലിയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമ, തെക്കേ അമേരിക്കയിലെ ചിലിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെ? തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെ?
ഉത്തരം ആൻഡീയൻ യൂപ്പീൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര ജന്തുവിഭാഗം, അന്നക്കൊണ്ട. തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെ? ആൻഡീയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര ജന്തുവിഭാഗം, ആനക്കൊണ്ട. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമ തെക്കേ അമേരിക്കയിലെ ചിലിയിൽ സ്ഥിതി ചെയ്യുന്നു. തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ആൻഡീയൻ യൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര ജന്തുവിഭാഗം, അന്നക്കൊണ്ട. അടുത്ത ചോദ്യം, പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. ഉത്തരം അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം. ഉത്തരം വിൻസെന്റ് മാസിഫ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെന്റ് മാസിഫ്. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെ? അന്റാർട്ടിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെ? ഉത്തരം പായലുകൾ, പെൻഗ്വിൻ, സീലുകൾ. അന്റാർട്ടിക്കയിലെ ചില ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? പായലുകൾ, പെൻഗ്വിൻ, സീലുകൾ. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെന്റ് മാസിഫ്. അന്റാർട്ടിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? പായലുകൾ, പെൻഗ്വിൻ, സീലുകൾ. അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യം അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ. നമ്മുടെ രാജ്യം അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ. ഉത്തരം മൈത്രി ഭാരതി. നമ്മുടെ രാജ്യം അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ മൈത്രി ഭാരതി. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഭൂഖണ്ഡം. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഭൂഖണ്ഡം. ഉത്തരം യൂറോപ്പ്. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഭൂഖണ്ഡം യൂറോപ്പ്. അടുത്ത ചോദ്യം, യൂറോപ്പിലെ പ്രധാന നദികൾ. യൂറോപ്പിലെ പ്രധാന നദികൾ. ഉത്തരം വോൾഗ, റൈൻ, ഡാന്യൂബ്. യൂറോപ്പിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? വോൾഗ, റൈൻ, ഡാന്യൂബ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. നമ്മുടെ രാജ്യം അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ മൈത്രി ഭാരതി. ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഭൂഖണ്ഡം യൂറോപ്പ്. യൂറോപ്പിലെ പ്രധാന നദികൾ വോൾഗ, റൈൻ, ഡാന്യൂബ്. അടുത്ത ചോദ്യം, യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങൾ. യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങൾ. ഉത്തരം കോർക്ക് ഓക്കുമരങ്ങൾ, ലിങ്ക്സ്, ആൽപൈൻ പുൽമേടുകൾ, സ്റ്റെപ്പീസ് പുൽമേടുകൾ. യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങൾ കോർക്ക് ഓക്കുമരങ്ങൾ, ലിങ്ക്സ്, ആൽപൈൻ പുൽമേടുകൾ, സ്റ്റെപ്പീസ് പുൽമേടുകൾ. അടുത്ത ചോദ്യം, ഫിയോഡ് തീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഫിയോഡ് തീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം നോർവേ, യൂറോപ്പ്. ഫിയോഡ് തീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം നോർവേ, യൂറോപ്പ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. യൂറോപ്പിലെ ചില സസ്യജന്തുജാലങ്ങൾ കോർക്ക് ഓക്കുമരങ്ങൾ, ലിങ്ക്സ്, ആൽപൈൻ പുൽമേടുകൾ, സ്റ്റെപ്പീസ് പുൽമേടുകൾ. ഫിയോഡ് തീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. രാജ്യം നോർവേ. അടുത്ത ചോദ്യം, പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഉത്തരം ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. ഉത്തരം ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം. ഉത്തരം ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ഭൂഖണ്ഡരാജ്യം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം. ഭൂഖണ്ഡരാജ്യം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം. ഉത്തരം ഓസ്ട്രേലിയ. ഭൂഖണ്ഡരാജ്യം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര. ഉത്തരം ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്.
അടുത്ത ചോദ്യം, ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി. ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി. ഉത്തരം ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. ഭൂഖണ്ഡ രാജ്യം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ്. ഉത്തരം ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ്. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖല. ഉത്തരം മുറൈ ഡാർലിംഗ് നദീതീരം. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖല മുറൈ ഡാർലിംഗ് നദീതീരം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖല മുറൈ ഡാർലിംഗ് നദീതീരം. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗം. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗം. ഉത്തരം മാഴ്സൂപ്പിയലുകൾ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗം മാഴ്സൂപ്പിയലുകൾ. അടുത്ത ചോദ്യം, മാഴ്സൂപ്പിയലുകൾക്ക് ഉദാഹരണം. മാഴ്സൂപ്പിയലുകൾക്ക് ഉദാഹരണം. ഉത്തരം കങ്കാരു കൊആല. മാഴ്സൂപ്പിയലുകൾക്ക് ഉദാഹരണം കങ്കാരു കൊആല. അടുത്ത ചോദ്യം, മുട്ടയിടുന്ന സസ്തിനികളായ പ്ലാറ്റിപ്പസിനെയും എക്കിഡനെയും കാണപ്പെടുന്ന ഭൂഖണ്ഡം. മുട്ടയിടുന്ന സസ്തിനികളായ പ്ലാറ്റിപ്പസ്, എക്കിഡന എന്നിവയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം. ഉത്തരം ഓസ്ട്രേലിയ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തുവിഭാഗം മാഴ്സൂപ്പിയലുകൾ. മാഴ്സൂപ്പിയലുകൾക്ക് ഉദാഹരണം കങ്കാരു കൊആല. മുട്ടയിടുന്ന സസ്തിനികളായ പ്ലാറ്റിപ്പസ്, എക്കിഡന എന്നിവയെ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അവസാനത്തെ ചോദ്യം, ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങൾ. ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങൾ. ഉത്തരം സിഡ്നി, മെൽബൺ, ബ്രിസ്ബൺ. ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങൾ സിഡ്നി, മെൽബൺ, ബ്രിസ്ബൺ. ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? സിഡ്നി, മെൽബൺ, ബ്രിസ്ബൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഭൂഖണ്ഡങ്ങൾ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പോയിൻറ്സുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.